ഹായ് ഹലോ എവ്രി വൺ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് ഇന്നൊരു നോമ്പ് തുറയാണ്, കോളേജിൽ നോമ്പ് തുറ. അങ്ങനെ ക്ലാസ്സിൽ നിന്ന് നമ്മൾ ഉച്ചയ്ക്ക് നമ്മളെ വിട്ട് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ക്ലാസ് വിട്ട് അങ്ങനെ സിറ്റി മോളിലൊക്കെ പോയിട്ട് ഒരു ബാഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ ഫ്രണ്ടിന് ഒരു ബാഗ് വേണമെന്ന് പറഞ്ഞിട്ട് ഉള്ള ഡ്രസ്സിന് മാച്ചായ ഒരു കളർ ബാഗ് എടുത്തു. നല്ല ഉണ്ട്, അവിടെ സെലക്ഷനൊക്കെ ഉണ്ട്. അങ്ങനെ ഇപ്പോൾ പിന്നെ കുറച്ച് സാധനം വാങ്ങാനുണ്ടായിന്. അങ്ങനെ ഷോപ്പീസിലേക്ക് പോകാണ്. ഇപ്പോൾ വലിയ ആളൊന്നുമില്ല, നോമ്പായതുകൊണ്ടായിരിക്കും. പിന്നെ നോമ്പൊക്കെ തുറന്നിട്ടാകുമ്പോൾ ആളൊക്കെ എങ്ങനെ ഉണ്ടാകുന്നു. ഇപ്പോൾ കുറച്ച് ആൾ കുറവാണ്. അപ്പോൾ അങ്ങനെ സാധനം വാങ്ങാനില്ല, കുറച്ച് 2-3 സാധനം അത്യാവശ്യമുള്ള സാധനം മാത്രം മേടിക്കാൻ. അങ്ങനെ സാധനം എടുക്കുകയാണ്. സമൂസൻ്റെ ഷീറ്റും 2 തരം ഷീറ്റുണ്ട്. അപ്പോൾ അതിൽ ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ. ലാസ്റ്റ് മറ്റൊരു ഷീറ്റ് തന്നെ എടുത്ത്. പിന്നെ ചീസും വേണം അതിന്. അങ്ങനെ അത് നോക്കുകയാണ്. ഓള് പറയുന്ന കാര്യമായ സാധനം ഉണ്ടാക്കിയിട്ട് ഞാൻ കൊണ്ടുവരാം കോളേജിൽ. നമ്മൾ പറയുന്നത് നീ കൊണ്ടുവരുമോ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് ഓള് പറഞ്ഞ് എന്തായിട്ട് കൊണ്ടുവരും. അങ്ങനെ അവൾ കൊണ്ടുവന്നിട്ടാ ഒരു ചീസ് ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം. അടിപൊളി ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ അതിന് ലാസ്റ്റ് ഈ ഷീറ്റിനെ എടുത്തിട്ടാ. ഇത് പിന്നെ കൺഫ്യൂഷൻ. ഇതെടുക്കണ 2 ബ്രാൻഡ് ഉണ്ടായിന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെടുത്തോ. അപ്പോൾ അറിഞ്ഞ് ഇത് മതി അത് മതി. ലാസ്റ്റ് കൺഫേം ആക്കിയിട്ട് ഇതെടുത്തു കേട്ടോ, അമൂലിൻ്റെ ബ്രാൻഡ്. പിന്നെ ഒരു ചൈന ഗ്രാസും കൂടി വേണമായിരുന്നു. അത് തപ്പി കാണുന്നേ ഇല്ല. ലാസ്റ്റ് കിട്ടിയിട്ടാ. അത് എന്താ പറയേണ്ടത്, ഫ്രൂട്ട്സ് കേക്ക് ആകാൻ വേണ്ടിയിട്ട് ചൈന ഗ്രാസ് വാങ്ങാണ് അങ്കിൾ എൻ്റെ ഫ്രണ്ടിന്. അതല്ല, പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു ദിവസം വന്നിട്ട് ചൈന ഗ്രാസ് വാങ്ങിന് ജെല്ലി. അങ്ങനെയുള്ള ഒരു ഫ്രൂട്ട്സ് കേക്ക് ഫ്ലോപ്പായെന്ന് പറഞ്ഞിന്. അങ്ങനെ ഞാൻ പറഞ്ഞു അതെല്ലാം വാങ്ങേണ്ടത്, ചൈന ഗ്രാസാണ് വാങ്ങേണ്ടത്. അപ്പോൾ ഒക്കെ കൺഫ്യൂഷൻ ഇത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഇത് തന്നെയെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ വലിയ സാധനം എടുക്കാണ്ടായിട്ട് അത് ഞാൻ പറഞ്ഞ പോലെ 2-3 സാധനം വാങ്ങാനും അങ്ങനെ ബില്ലാക്കാനും പേയ്മെൻറ്റ് ചെയ്യാനും നിൽക്കുകയാണ്. പിന്നെ സാധനമൊക്കെ ബില്ലാക്കിയിട്ട് നമ്മൾ പുറത്തേക്ക് പോവാണ്. ഇനിയിപ്പോൾ ഡ്രസ്സ് നോക്കണം. ഇന്നേ ഒരു ദിവസം ഇല്ലൂ എന്ന് പറയാൻ, നാളെയോ. പിന്നെ അതുമല്ല, നോമ്പ് കഴിയാനായി 28 നോമ്പുമായി. അതിന് അത്രയേ ഉള്ളൂ. ഇനി നമുക്കറിയില്ല, 30 നോമ്പ് അങ്ങനെ എന്തോ ഉണ്ടാവുമായിരിക്കും, അറിയില്ല നേരെ. അങ്ങനെ പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോവാണ് നമ്മൾ നാളും കൂടി. ഇന്ന് തന്നെ എല്ലാം സെറ്റാക്കണമെന്ന് വിചാരിക്കുന്നത്. മാക്സിമം നോക്കാം. പിന്നെ അങ്ങനെ നമ്മൾ കാനങ്ങാട്ടുള്ളൊരു ഷോപ്പിൽ തന്നെ പോവാണ്. അങ്ങനെ ഷോപ്പിലെത്തി ഡ്രസ്സ് നോക്കുകയാണ്. വലിയ കളക്ഷനൊന്നും ഇല്ല. ഫസ്റ്റ് നല്ല കളക്ഷൻ ഉണ്ടായിന്. ഇപ്പം കുറഞ്ഞ്. പക്ഷേ അതിന് മാച്ചായ പാൻറ്റും കിട്ടണം. അങ്ങനെ നമുക്ക് ഒത്ത് കിട്ടുന്നില്ല. ലാസ്റ്റ് ഒന്ന് കിട്ടിയിട്ടോ. നമുക്കും കിട്ടി, എൻ്റെ ചങ്ങായിക്കും ഒരേ ഡ്രസ്സാണ് എടുത്തത്. കളർ മാത്രം ചേഞ്ച്. അങ്ങനെ ഡ്രസ്സ് ഒക്കെ എടുത്ത് ബില്ലൊക്കെ ചെയ്ത് പോവാണ്. അങ്ങനെ ഓള് പോയിട്ടോ. പിന്നെ നമ്മൾക്ക് ഷൂ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷൂവിൻ്റെ ഷോപ്പിലെത്തി. ഇവിടെ അങ്ങനെ ഡ്രസ്സിന് മാച്ചായൊരു ഷൂ കിട്ടുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞ് വരാം അങ്ങനെ പറഞ്ഞ് ഞാൻ വന്നു. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ സമയം പോയത് അറിഞ്ഞിട്ടില്ല. വേഗം പുരയിലെത്തി. പിന്നെ എനിക്ക് സമൂസ ഉണ്ടാക്കണം, എന്നിട്ട് വേണം കോളേജിലേക്ക് പോകാൻ. അങ്ങനെ സമൂസ ഉണ്ടാക്കാൻ മസാലയൊക്കെ സെറ്റാക്കാൻ. ചിക്കനൊക്കെ നേരത്തെ അനിയത്തിയിൽ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം പണി എളുപ്പത്തിൽ കഴിയാനേ ഉള്ളൂ. പക്ഷെ സമയം ഉണ്ടായിട്ടില്ല. ഞാൻ എന്താ പറയണ്ടത്, കോളേജിലെത്തുമ്പോൾ ബാങ്ക് കൊടുത്തിന് കേട്ടോ. അത്ര ലേറ്റായിന്. അങ്ങനെ മസാലയൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടോ, സെറ്റായി. ഇനി ഇത് സെറ്റാക്കലാന്ന് പണി. മടക്കി വെക്കുന്നതാണ് കുറച്ചും കൂടി ടാസ്ക്കുള്ള പണി. കുറച്ചാണെങ്കിൽ വേഗം, അത് കുറേ ആക്കുന്ന ഉണ്ടായതുകൊണ്ട് കുറച്ച് പണിയുള്ള കാര്യം തന്നെ കേട്ടോ. പിന്നെ ചട്ടിയൊക്കെ വെച്ചു കേട്ടോ. പിന്നെ സമൂസൻ്റെ ഷീറ്റും സെറ്റാക്കി, മൈദയും സെറ്റാക്കിയിട്ട് വെച്ച്. ഇനി ഇത് മടക്കി വെക്കലാണ് കുറച്ച് ടാസ്ക്കുള്ള പണിയെന്ന് വെച്ചാൽ.
ഇതിന് തന്നെ ഒരു അരമണിക്കൂറോളം എടുത്തിട്ട് ഇത് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മസാലയൊക്കെ ഇട്ട് ഒരു റോളാക്കുന്ന ഒരു ടാസ്കിലെ പണി, അതും ഒന്നിൽ തന്നെ എല്ലാം ഇട്ടുകൊണ്ട് നമുക്ക് അതിന് കുറച്ച് പണിയില്ല കാര്യം തന്നെ. പിന്നെ എന്താ ചെയ്യുക, അതിൽ തന്നെ സെറ്റാക്കി എടുത്ത്. കിച്ചണിൽ ഒടുക്കത്തെ ചൂടെന്ന് വെച്ചാൽ അത്ര ചൂടാണ്, അതുകൊണ്ട് കിച്ചണിൽ നിൽക്കാൻ കഴിയുന്നില്ല. അങ്ങനെ എന്തൊക്കെ റൂമിൽ വന്നിട്ട് എന്താക്കുന്നു സെറ്റാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് കഴിയുന്നില്ല കിച്ചണിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ അരിയൊക്കെ പത്തലിന് വേണ്ടിയിട്ട് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് മജ്ബൂസ് കഴിക്കണം ഭയങ്കര ആശയുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആക്കി ഇന്ന് ആക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് വെക്കാണ്. മാഷാഅല്ലാഹ് അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മജ്ബൂസ് എല്ലാം ഒന്നാകെ ഇട്ടിട്ട് വെക്കുകയാണ് ചെയ്തത്. പിന്നെ അതിൻ്റെ ഇടയിൽ സമൂസ തന്നെ എനിക്ക് ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഇതന്നെ സമയം ഉണ്ടായിട്ടാ. പിന്നെ ഇതൊക്കെ പാക്കാക്കിയിട്ട് തന്നെ എനിക്ക് സെറ്റാക്കിയിട്ട് വെച്ച്. അതിൻ്റെ ഇടയിൽ എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ആക്കണം, കുളിക്കണം, ഇസ്തിരിയൊക്കെ ഇട്ടുന്നോളം തന്നെ കേട്ടോ. അങ്ങനെ ഞാൻ പടപടാക്കിയതാണ്. അപ്പോൾ ഇതൊക്കെ സെറ്റായിട്ടോ. പിന്നെ ഞാനിതാ കോളേജിൽ എത്താനായി. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തിയിട്ടോ. പിന്നെ നോമ്പൊക്കെ തുറന്ന് ഞാൻ എന്താ പറയുക ബാങ്ക് കൊടുത്തിന്. പിന്നെ ഫുഡ് വന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. പക്ഷെ നോമ്പ് തുറന്ന ശേഷം ആ ടൈമിന് ഫുഡ് കഴിക്കാൻ കുറച്ച് ടാസ്കിലെ പണിയാണ്. ഫുഡ് മൊത്തത്തിൽ കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ബിരിയാണി ഉണ്ടായത് അടിപൊളി ടേസ്റ്റ് ഉണ്ടായിട്ട് ബിരിയാണി. പക്ഷെ ആർക്കും കഴിക്കാൻ കഴിയില്ല കേട്ടോ. അതെന്ന് വെച്ചാൽ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുകയാണ്. പിന്നെ ലേറ്റ് ആവുമല്ലോ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതാണ് ഇങ്ങനെ ഒരു പാക്ക് തന്നത്. കഴിക്കാൻ കഴിയുന്നവർക്ക് കഴിക്കുക, അല്ലെങ്കിൽ കൊണ്ടുപോകാം. പിന്നെ ഇതായിട്ട് കൊണ്ടിട്ട് എങ്ങനെ അങ്ങനെ അവിടെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ആരും ഫിനിഷ് ആക്കിയിട്ടില്ല. എല്ലാം എങ്ങനെയും കുറച്ച് ഓൾമോസ്റ്റ് പകുതി വെച്ചിരും എല്ലാവരും. പിന്നെ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. പിന്നെ ഇങ്ങനെ ഒരു നോമ്പ് തുറ പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരും ആക്കുന്നത് തന്നെയാണ് നോമ്പ് തുറ. പക്ഷെ നല്ല ഉണ്ടായിട്ടോ. ഇങ്ങനെ എല്ലാവരും കൂടി കോളേജിലെ ഫ്രണ്ട്സും സാറും ടീച്ചേഴ്സും കൂടിയിട്ട് എന്താ പറയണ്ടേ, ഒരു അടിപൊളി ഇഫ്താർ പാർട്ടി എന്ന് തന്നെ പറയാം. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അവിടെ കുറച്ച് സംസാരം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. എന്താ വെച്ചാൽ എങ്ങനെ വരുന്നത് വെച്ചാൽ ചങ്ങായിൻ്റെ ഒക്കെ വരാണ്. നമ്മൾ പടുന്നക്കാടിൽ പോയി കുറേ ഇങ്ങനെ എന്താ പറയുക ഫുള്ളും വൈബ് എടുത്ത് വരാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഫസ്റ്റ് ലോങ്ങിലുള്ള ആളെ കൊണ്ടാക്കിയിട്ട് ലാസ്റ്റ് അടുത്തുള്ള ആളെ കൊണ്ടാക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇങ്ങനെ കാറിൽ എല്ലാവരും കൂടി സംസാരിച്ച് പോകുമ്പോൾ ഒരു അടിപൊളി വൈബ് എന്ന് തന്നെ പറയാം. അങ്ങനെ പോവാണ്. പിന്നെ ഇഫ്താർ പാർട്ടി അങ്ങനെ കഴിഞ്ഞ് ആക്കണം എന്ന് വിചാരിച്ചിന്. പക്ഷെ സാറും കുറേ മുന്നേ ടൈം തന്ന് നമ്മൾ പിന്നെ വലിയ മൈൻഡ് എടുത്തില്ല. ലാസ്റ്റാണ് ഇതെല്ലാം തയ്യാറെടുത്ത്. അങ്ങനെ പിന്നെ വീട്ടിലൊക്കെ എത്തി. ഞാൻ നിങ്ങൾക്ക് മജ്ബൂസ് ആക്കിയെല്ലാം കാണിച്ചു തരാം. പിന്നെ ചാനൽ അതിൽ കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.